നിമിഷം മനമുയർത്താൻ അൾത്താരവേദിയിലണയാ ഹൃദയങ്ങൾ പാവനമാക്കാൻ സ്നേഹപൂജ തുടങ്ങാൻ. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാകത്തിനോർമ്മയുമായി സ്വർഗീയ വൃന്ദം നിരന്നു. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാകത്തിനോർമ്മയുമായി സ്വർഗീയ വൃന്ദം നിരന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടുകൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, തപസ് കാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ മൂന്നാമത്തെ ആഴ്ചയിൽ നമുക്ക് നൽകപ്പെടുന്ന ആത്മീയത ഏറ്റവും ഉന്നതമായിട്ടുള്ള രീതിയിൽ നമ്മൾ വിശ്വാസവും അതുപോലെ തന്നെ ശുശ്രൂഷകളും, വിശ്വാസത്തിൽ നിന്നും പുറപ്പെടുന്ന ശുശ്രൂഷകളും പ്രകടമാക്കിക്കൊണ്ട് അനേകായിരങ്ങളിലേക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കത്തക്ക വിധത്തിൽ നമ്മൾ പ്രയത്നിക്കുന്നവരായി മാറണം എന്നുള്ളതാണ്. സ്വർഗീയ ഉദ്ബോധനമനുസരിച്ച് നമ്മൾ ജീവിക്കുവാൻ തയ്യാറാകണം. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളോടൊപ്പം തന്നെ ഏറ്റവും വിശുദ്ധമായ രീതിയിൽ തപസ് അനുഷ്ഠാനങ്ങൾ നിറവേറ്റുവാനും അതുവഴി ആസന്നമാകുന്ന തിരുനാൾ ഏറ്റവും യോഗ്യതയോടുകൂടെ ആഘോഷിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ വിശുദ്ധ ബലി ഏറ്റവും യോഗ്യമാവിധം അർപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി കേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവകാരുണ്യത്തിൻ്റെയും സകല നന്മകളുടെയും ഉടയവനായ ദൈവമേ, ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം എന്നിവയാൽ പാപങ്ങളുടെ പരിഹാരം കാണിച്ചു തന്ന അങ്ങ് ഞങ്ങളുടെ എളിമയുടെ ഈ ഏറ്റുപറിച്ചൽ ദയാപൂർവം ശ്രവിക്കണമേ. അങ്ങനെ മനസ്സാക്ഷിയാൽ എളിമപ്പെട്ട് ഞങ്ങൾ അങ്ങേ കാരുണ്യത്താൽ എപ്പോഴും ഉയർത്തപ്പെടട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പുറപ്പാട് പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് മോശ തൻ്റെ അമ്മായിയപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജെത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറോബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി. മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞു ചാമ്പലായില്ല.
അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപടർപ്പ് എരിഞ്ഞു ചാമ്പലാകുന്നില്ലല്ലോ. അവൻ അത് കാണുന്നിടത്ത് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ, മോശേ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിൻ്റെ നേരെ നോക്കാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാന്യർ, ഹിത്യർ, അമോറിയർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കുവാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രയേൽ മക്കളുടെ അടുക്കിലേക്ക് പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. ഇസ്രയേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രയേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവ്വപുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമം പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവൻ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിൽ ആയിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെല്ലാവരും മരുഭൂമിയിൽ വച്ച് ചിതറിക്കപ്പെട്ടു. അവരെ പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്ക് ഒരു പാഠമാണ്.
അവരിൽ ചിലർ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കുകയും അരുത്. സംഹാരകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇതെല്ലാം അവർക്ക് ഒരു താക്കീതായാണ് സംഭവിച്ചത്. നമുക്ക് ഒരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. കർത്താവ് അരുളി ചെയ്യുന്നു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഗലീലിക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റുള്ള ഗലീലിയക്കാരേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്താപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സിലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൽ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്താപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു. എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്നും ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക. എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടി അത് നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കൊളഞ്ഞുകൊള്ളുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, തപസ് കാലത്തിലെ 3-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ ആഴ്ചയിൽ യേശുവിൻ്റെ പ്രലോഭനത്തെ ധ്യാനിച്ചുകൊണ്ട് എപ്രകാരമായിരിക്കണം ഒരു വിശ്വാസി യേശുവിൻ്റെ നാമത്തിൽ ഈ തപസ് കാലത്തിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായി എന്ന് പഠിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം 2-ാമത്തെ ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുകയുണ്ടായത് ഉയരങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ രൂപാന്തരണം എപ്രകാരമാണ് സംഭവിച്ചത്, അപ്രകാരം ആത്മീയ ജീവിതത്തിൽ ഉന്നതങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് ദൈവത്തെ ദർശിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ 2-ാം ഭാഗം കൂടുതലായിട്ട് ഉന്നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ടുപിടിപ്പിക്കുന്ന കൃഷിക്കാരനാണ്. ഇനി 3 വർഷങ്ങളായിട്ട് അതിൽ നിന്നും ഫലം തേടി വന്നെങ്കിലും അത് ലഭിക്കുകയുണ്ടായില്ല. അങ്ങനെ കൃഷിക്കാരനോട് അത് വെട്ടിക്കളയുവാനായിട്ട് നിർദ്ദേശിക്കുന്ന കൃഷിക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, തപസ്കാലത്തിലെ 3-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് സുവിശേഷത്തിലെ ഈ ഭാഗം നമുക്ക് നൽകപ്പെടുന്നത്. ഈ 3 ആഴ്ചകളിലായിട്ട് നമ്മൾ എത്രമാത്രം
ദൈവനാമത്തിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഒപ്പം തന്നെ ഉദ്ധാനത്തിന് വേണ്ടിയിട്ട് ഒരുക്കം കൂട്ടുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവനാമത്തിൽ ഫലദായകമാക്കി നമ്മളെ തന്നെ മാറ്റുവാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ധ്യാനിക്കേണ്ട കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കണം എന്ന് തിരുസഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി യേശുവിൻ്റെ പരസ്യ ജീവിതം 3 വർഷങ്ങളായിരുന്നു. ഈ 3 വർഷത്തെ പരസ്യ ജീവിതത്തിലും ഫലദായകമായിട്ടുള്ള വ്യക്തികളില്ലാതെ പാപത്തിൽ ജീവിച്ചവരുണ്ട്, യേശുവിനെ തള്ളി പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ യേശുവിൽ വിശ്വാസം അർപ്പിക്കാത്തവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്നാലും സ്നേഹപിതാവായ ദൈവത്തോട് അവൻ പറയുന്നത് കരുണയോടുകൂടി ആയിരിക്കണം എന്നുള്ളതാണ്. സ്നേഹപിതാവായ ദൈവത്തിൻ്റെയും മുഖഛായ എന്ന് പറയുന്നത്, സ്വഭാവം എന്ന് പറയുന്നത് കരുണയായിരിക്കണം എന്നുള്ളതാണ് യേശുനാഥൻ തൻ്റെ ജീവിതത്തിലൂടെ, പരസ്യ ജീവിതത്തിലൂടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത്. തീർച്ചയായിട്ടും പിതാവിൻ്റെ മുഖഛായ തന്നെയാണ് ക്രിസ്തുവിലൂടെ ജനം കണ്ടറിഞ്ഞതും. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ 3 വർഷത്തോളം കാലം നമ്മളെ പഠിപ്പിച്ചതും നമ്മളോട് കൽപ്പിച്ചതും അവിടുത്തെ അത്ഭുത കൃത്യങ്ങളും എല്ലാം കണ്ടുകൊണ്ട് അവിടുത്തെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ജീവിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി ഇപ്രകാരമുള്ളൊരു ജീവിതത്തിലൂടെ നമ്മൾ പിതാവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ കാഴ്ചവെക്കുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഗലീലയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ പിലാത്തോസ് രക്തം കലർത്തിയെന്നും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സിലോഹായിലെ ഗോപുരം വീണപ്പോൾ 18 പേർ മരിച്ചു എന്നും. എന്നാൽ ഇനിയും നമ്മൾ പശ്ചാത്താപിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ അന്ത്യവും അപ്രകാരം തന്നെ ആയിരിക്കുമെന്ന് സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫലം തരാത്ത വൃക്ഷം വെട്ടിയെറിയപ്പെടുന്നു നരകത്തിൻ്റെ അല്ലെങ്കിൽ നരകീയ അഗ്നിയിലേക്ക് എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വലിയൊരു സൗഭാഗ്യപൂർണമായിട്ടുള്ള സമയമാണ്. ക്രിസ്തു ആർക്ക് വേണ്ടിയിട്ടാണോ പീഡകൾ സഹിച്ചത്, കുരിശിൽ മരിച്ചത്, അതേ ജനം തന്നെ ആ മരണത്തെ പ്രതി ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് അവൻ്റെ പീഡാസഹനത്തിൽ, അതും എനിക്ക് വേണ്ടി, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ആ പീഡാസഹനത്തിൽ ഞാൻ എന്നെ തന്നെ കാഴ്ചവെക്കുകയാണ്. പാപങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥനയിലും ദാനധർമ്മത്തിലൂടെയും ജീവിക്കുന്നത് പോലെ. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, തപസ്കാലത്തിലെ 3ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇനിയും ഒട്ടും താമസിക്കുന്നില്ല, ഇനിയും ഒട്ടും വൈകുന്നില്ല. ആ ദൈവിക പദ്ധതിയിൽ ഉൾച്ചേർന്നുകൊണ്ട് ഒരു വിശുദ്ധിപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രകടമാക്കി കണ്ടിട്ട് പാടാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാം എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കും മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും
സ്വർഗത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നു റൂഹായാൽ ധന്യ ശരീരമെടുത്തു നരനാ പന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാ പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ ഈ സത്യങ്ങളെല്ലാം. ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥിരനും പൂജ്യനും ആകും റൂഹായിൽ. വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കത്തോലിക്ക അപ്പോസ്തോലിക്ക സഭയിൽ പാപവിമോചനം കേൾക്കുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർ ഉള്ളോരു ഈർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം ഉറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നു. പ്രിയ സഹോദരരെ, എല്ലാ കാലയളവിലും നാം പ്രാർത്ഥനകൾ അർപ്പിക്കേണ്ടവരാണ്. വിശേഷ്യ തപസ്കാലത്തെ ഈ ദിനങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം കൂടുതൽ തീഷ്ണതയോടെ ജാഗരൂകരായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ നമുക്ക് അർപ്പിക്കാം. സ്നേഹപിതാവേ, തിരുസഭയെ നയിക്കുന്ന പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജെയിംസ് മെത്രാനെയും ഇന്ന് നമുക്കായി ദീപബലി അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജോഷിയച്ചനെയും മറ്റെല്ലാ അഭിഷിക്തരെയും അങ്ങ് പരിശുദ്ധാത്മാ ശക്തിയാൽ നിറയ്ക്കണമേ.
ദൈവജനത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഇവരുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനാഥ, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ഉൾക്കൊണ്ട് പ്രാർത്ഥനാ ചൈതന്യത്തിൽ എന്ന് നിലനിൽക്കുവാനും കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാനും ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. പശ്ചാത്തപിക്കുന്ന പാവിയെ മാറോട് ചേർക്കുന്ന നല്ല തമ്പുരാനെ, നാളിതുവരെ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും അങ്ങേ കരുണയാൽ മായ്ച്ചു കളയണമെന്നും തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ നിറച്ച് ഫലം നൽകുന്ന അക്തിവൃക്ഷങ്ങളായി മാറുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ വെട്ടിയൊരുക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായകനായ നല്ല ദൈവമേ, പല വിധത്തിലുള്ള രോഗങ്ങളാലും മാനസിക വ്യഥകളാലും വേദനിക്കുന്ന എല്ലാവർക്കും തങ്ങളെ ഞെരുക്കുന്ന സാഹചര്യങ്ങളെയും പരിപരുത്ത യാഥാർത്ഥ്യങ്ങളെയും നല്ല ഫലം പ്രതീക്ഷിച്ചുള്ള അങ്ങയുടെ വെട്ടിയൊരുക്കലാണെന്ന തിരിച്ചറിവിലൂടെ അവയെ അതിജീവിക്കുവാനുള്ള കരുത്ത് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ നല്ല ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ കരുണ തോന്നണമേ. അവർ ഈ ഭൂമിയിലായിരുന്നപ്പോൾ വന്നുപോയ എല്ലാ വീഴ്ചകൾക്കും മാപ്പ് നൽകി അങ്ങ് വാഗ്ദാനം ചെയ്ത സ്വർഗീയ ഭവനത്തിലേക്ക് അവരെ സ്വീകരിക്കണമെന്നും നിത്യമായ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായി കർത്താവിൻ്റെ രക്ഷയേകുന്ന ബലിപീഠത്തെങ്കിലേക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം. കർത്താവേ, അങ്ങേ ജനം അങ്ങിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ പിന്തിരിയുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനുക്തമായ പ്രാർത്ഥനകളിലൂടെ അവർ യാചിക്കാൻ മുതിർന്നത് അങ്ങേ കാരുണ്യത്താൽ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ ബലികളിൽ അങ്ങ് സംപ്രീതനാകണമേ. സ്വന്തം പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ സഹോദരരുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ പരിശ്രമിക്കുന്നതിന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ശാരീരികമായ ഉപവാസത്താൽ അങ്ങ് ദുർഗുണങ്ങൾ അമർത്തുകയും മനസ്സുയർത്തുകയും പുണ്യഫലങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി മാലാഖമാർ അങ്ങേ പ്രഭാവം വാഴ്ത്തുകയും അതിശയന്മാർ ആരാധിക്കുകയും ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുകയും ചെയ്യുന്നു. സ്വർഗവും സ്വർഗീയ ശക്തികന്മാരും ധന്യരായ സെറാഫുകളും ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവം ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളും അങ്ങേ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിന്തലവും. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാം. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത്
വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ പാത നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ എന്നുള്ളം പാരിലുമായിടേണം. തന്നു വേണ്ടുന്നു ആഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. കന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയം ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച്
ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ, ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്വർഗീയ രഹസ്യത്തിൻ്റെ അച്ചാരം സ്വീകരിച്ചുകൊണ്ട് ഇഹത്തിൽ ആയിരുന്നു കൊണ്ട് ഉന്നതങ്ങളിലുള്ള അപ്പത്താൽ സംതൃപ്തരാകുകയും ഞങ്ങൾ അങ്ങയോട് വിനയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ രഹസ്യത്താൽ ഞങ്ങളിൽ നിവർത്തിതമായത് പ്രവൃത്തികളാൽ പൂർത്തീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. വിമലേ അംബികെ നിന്നുടെ സവിധേ അഭയം തേടി വരും